ഇവിടെ നോർത്ത് ഇന്ത്യയിൽ 2 തവണ നവരാത്രിയുണ്ട്. നമ്മൾ മലയാളികൾ ശരിക്കും ഒക്ടോബർ നവരാത്രി മാത്രമാണ് അറിയുന്നത് അല്ലേ, സെലിബ്രേറ്റ് ചെയ്യുന്നതും അത് തന്നെയാണ്. പക്ഷേ ഇവിടെ നോർത്തിലും മാർച്ചിലും നവരാത്രിയുണ്ട്. അത് ചൈത്ര നവരാത്രി എന്നാണ് അതിന് പറയുന്നത്. നവരാത്രി എന്നത് 9 രാത്രികൾ എന്നാണ് അർത്ഥം. ഇത് 9 ദിവസം നീളുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ ഈ 9 ദിവസങ്ങളിലും നമ്മൾ ദുർഗയെ ആരാധിക്കും. അവരുടെ പല പല ഫോംസ് ആണ് ഓരോ ദിവസവും പൂജിക്കുന്നത്. ഇത് നമ്മളിൽ സ്ട്രെങ്ത്, കറേജ്, പേഷ്യൻസ് പോലെ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ദിവസം ഇവിടെയുള്ളവർ നവരാത്രിക്ക് ചിലവർ ഫാസ്റ്റിംഗ് ചെയ്യും. അപ്പോൾ ചിലവരൊക്കെ 9 ദിവസം ഫ്രൂട്ട്സും പിന്നെ ഈ നവരാത്രി സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്, അത് നമുക്ക് കടയിൽ കിട്ടും. അതനുസരിച്ചുള്ള സംഗതികളൊക്കെ ആയിരിക്കും അവർ കഴിക്കുക. അല്ലെങ്കിൽ സാബുദാന, ചൊവ്വരി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇവർ മെയിൻലി അവോയ്ഡ് ചെയ്യുന്നത് ഉള്ളി, വെളുത്തുള്ളി അങ്ങനത്തെ കുറേ സംഗതികളൊക്കെ ഈ സമയത്ത് അവോയ്ഡ് ചെയ്യും. അതില്ലാണ്ടായിരിക്കും അവർ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും അവർ പൂജയും ആരത്തിയൊക്കെ ചെയ്യും, രാമായണ പാരായണം ചെയ്യും, പിന്നെ അമ്പലങ്ങളിൽ പോവും. പിന്നെ ഇതിലത്തെ മെയിൻ റിച്വൽ എന്ന് പറയുന്നത് കഞ്ചക്ക് എന്ന് പറയും. അത് ചെറിയ പെൺകുട്ടികളെ ദേവിയായിട്ട് അവർ കാണിച്ച് പൂജിക്കും. പിന്നെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കും ഭക്ഷണമായിട്ട്. മെയിൻലി ഇവിടെ എപ്പോഴും കൊടുക്കുന്നത് പൂരി ചോലയാണ്, പൂരി ചോല ഹലുവ. ഇതാണ് കഞ്ചക്കിന് കൊടുക്കുന്നതും. അപ്പോൾ ചെറിയ ചെറിയ ഗേൾസിന്, കന്യകൾക്ക് കന്യാപൂജ എന്നും പറയും. കഞ്ചക്കല്ലേ കന്യാപൂജ. അപ്പോൾ 2 വയസ്സ് തുടങ്ങി 10 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെ പൂജിക്കുകയാണ് ചെയ്യുന്നത്. പൂജിച്ചിട്ട് ഇങ്ങനെ ഗിഫ്റ്റും കൊടുക്കും. കാല് കഴുകി പൂജിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവരുടെ കാല് തൊട്ട് ആശീർവാദം മാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണാം, മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാം ഇവിടെയുള്ളവരുടെ ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കുന്നതും പല പല ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ കഞ്ചക്കിനായിട്ടുള്ള പല ഗിഫ്റ്റുകൾ, പലതരത്തിലുള്ള ചെറിയ ചെറിയ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഗിഫ്റ്റായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ ഇങ്ങനെ കുറേ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നവരാത്രിൻ്റെ സംബന്ധമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ഫാസ്റ്റിംഗ് സ്നാക്സ് അതുണ്ടാവും. പിന്നെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് മാല, പിന്നെ ദേവീനെ ചാർത്താൻ വേണ്ടിയിട്ട് ചുമന്ന തുണി, പട്ടിൻ്റെ തുണി, അങ്ങനെയൊക്കെ പല മാർക്കറ്റിൽ ഇപ്പോൾ ഈ സമയത്ത് മൂർത്തികൾ, അങ്ങനെ പലതും നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും ഈ സമയത്ത്. അപ്പോൾ ഇവിടെയുള്ളവർ ചിലവർ അഷ്ടമിയിൽ അല്ലെങ്കിൽ ചിലവർ നവമിയിൽ കന്യാപൂജ ചെയ്യാറ്. പിന്നെ ഈ നവരാത്രിയുടെ ലാസ്റ്റ് ദിവസം വരുന്നത് രാംനവമിയാണ്. അപ്പോൾ അന്നാണ് ഭഗവാൻ രാമൻ്റെ ജന്മദിനം. ഈ കൊല്ലം രാമനവമി വന്നത് മാർച്ച് 26-ാം തീയതി, അതായത് ഇന്ന്. അപ്പോൾ എല്ലാവരും ഇവിടെ നോർത്തിലെല്ലാവരും രാമനവമി ആഘോഷിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കരുത്.